Hello everyone, welcome back to our YouTube channel. It's me Henna. ഇന്ന് നമ്മൾ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഏകദേശം നമ്മളുടെ നോർമലായിട്ടുള്ള റിട്ടൺ മെത്തേഡ് അല്ല നമ്മളിന്ന് ഫോളോ ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഒരു ഡിഫറെൻറ്റ് വേയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. അതായത് നമ്മളിൽ പലർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുള്ള സമയം വരുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കേണ്ട സന്ദർഭം വരുമ്പോൾ അത് അങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുന്നില്ല അല്ലേ. അതായത് ചിലപ്പോൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ അയ്യോ ഇതെനിക്ക് പരിചയമുള്ള വാക്കാണ് എന്ന് ഫീൽ ചെയ്യും, പക്ഷേ സംസാരിക്കേണ്ട സമയത്ത് പുറത്തേക്ക് വരില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൽ പാസീവ് സൈഡിലാണ് ഈ വേർഡ്സ് എല്ലാം പോയി കിടക്കുന്നത്. അതെന്തുകൊണ്ടാണ് പാസീവ് സൈഡിൽ പോയി കിടക്കുന്നത്? നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട്, നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അത് ആക്റ്റീവ് സൈഡിലല്ല കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വേർഡ്സിനെ എല്ലാം പാസീവ് സൈഡിൽ നിന്ന് ആക്റ്റീവ് സൈഡിലേക്ക് ആക്കി മാറ്റാം. അപ്പോൾ അതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു 30 days കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ഈ പിക്ചർ നിങ്ങൾ നല്ല പോലെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു സെൻറ്റൻസ് ഒരു പിക്ചറിൽ നിന്ന് ഫ്രെയിം ചെയ്യുമ്പോൾ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു പിക്ചർ കാണുമ്പോൾ അതിൽ എത്ര വ്യക്തികളുണ്ട് എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഈ പിക്ചറിൽ 2 വ്യക്തികളുണ്ട് അല്ലേ. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? There are 2 people in this picture. There are 2 people in this picture. ഈ 2 വ്യക്തികൾ ആരൊക്കെയാണ്? നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു അമ്മയും ഒരു മകനും. അപ്പോൾ നമ്മളെങ്ങനെ പറയും? A mother and a son. A mother and a son. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഒന്നും കൂടി ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ 2 വ്യക്തികളെ കാണാൻ പറ്റും, ഒരു അമ്മയും മകനും. ഇത് നമ്മൾ കൂട്ടി ജോയിൻ ചെയ്ത് നമുക്ക് പറയാം. There are 2 people in this picture. A mother and her son. അമ്മയും ആ അമ്മയുടെ മകനും. There are 2 people in this picture. A mother and her son. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. ഇനി ഈ അമ്മയുടെയും മകൻ്റെയും ഭാവങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ്? അമ്മ കുറച്ച് ദേഷ്യത്തിലാണ് അല്ലേ. അപ്പോൾ the mother is angry, അല്ലെങ്കിൽ the mother seems to be angry, അല്ലെങ്കിൽ I think the mother is angry എന്ന് നമുക്ക് പറയാം. The mother is angry, അല്ലെങ്കിൽ the mother seems to be angry. അമ്മ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു എന്നാണെങ്കിൽ the mother seems to be angry, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അമ്മ ദേഷ്യത്തിലാണെന്ന്. അതെങ്ങനെ പറയും? I think the mother is angry. ഓക്കെ, അപ്പോൾ ഇനി മകൻ്റെ ഭാവങ്ങൾ നോക്കുക. മകൻ അമ്മയെ നോക്കുകയാണ് അല്ലേ. The son is looking at his mother. The son is looking at his mother. അമ്മയെ നോക്കുകയാണ്. The son is looking at his mother. അവൻ കുറച്ചൊന്ന് പേടിച്ച പോലെയുണ്ട് അല്ലേ. He seems to be nervous. He seems to be nervous എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നെർവസ് ആയിട്ടിരിക്കുകയാണ്, കുറച്ച് ടെൻഷൻ അടിച്ചു. അതായത് അമ്മ വഴക്ക് പറയുമോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ. അപ്പോൾ the son seems to be nervous എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുക മൊത്തത്തിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ്? റൂം ആകെ മെസ്സി ആയിട്ട് കിടക്കുകയാണ് അല്ലേ. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് എന്നെങ്ങനെ പറയും? The room is messy, അല്ലെങ്കിൽ the room is untidy. The room is messy, the room is untidy. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് എന്നെങ്ങനെ പറയും? The room is messy, അല്ലെങ്കിൽ the room is untidy എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് തറയിൽ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും അല്ലേ. We can see many toys on the floor. We can see many toys on the floor. ഫ്ലോറിൽ ഒരുപാട് ടോയ്സ് നമുക്ക് കാണാൻ കഴിയും. We can see many toys on the floor. ഇതെല്ലാം ചിന്നിച്ചിതറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ പറയും? Scattered. We can see the toys scattered on the floor. We can see the toys scattered on the floor. അല്ലെങ്കിൽ തറയിൽ കിടക്കുന്നതായിട്ട് കാണാം എന്നാണെങ്കിൽ we can see the toys lying on the floor. We can see the toys lying on the floor എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഏതൊക്കെ ഒബ്ജക്ട്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 1 by 1 ലിസ്റ്റ് ചെയ്ത് പറയാം. I can see a football, I can see a dinosaur, I can see a toy car. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തെടുത്ത് പറയാം. ഇനി ഈ കുട്ടിയുടെ പുറകിൽ നമുക്ക് ഒരു ചെയർ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ പറയും? We can see a chair behind. പുറകിലാണ്. അപ്പോൾ
we can see a chair behind the boy. We can see a chair behind the boy. ഇനി ചെയറും എന്തൊക്കെയാ ഉള്ളത്? ചെയറുമ്പോൾ നമുക്ക് ഒരു ബുക്ക് കാണാൻ പറ്റും അല്ലേ? ഒരു ടീഷർട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പറഞ്ഞേ. We can see a t-shirt and a book on the chair. We can see a t-shirt and a book on the chair. ഇനി ഒരുപാട് സാധനങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത് പറയാം. I can see a t-shirt. ഒരു ടീഷർട്ട് കാണാൻ പറ്റുന്നില്ലേ? I can see a t-shirt. I can see a book. I can see a pen. I can see a charger on the chair. On the chair. ചെയറിൻ്റെ മുകളിലാണ്. On the chair എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പിക്ചർ എന്നും നമ്മൾ എടുത്തു നോക്കുക. ഇനി പിക്ചർ എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് സ്റ്റോർ ആണെന്നുണ്ടെങ്കിലും പ്ലേ സ്റ്റോർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പിൻട്രസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ദ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ നല്ല ഇല്ലസ്ട്രേറ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് കാണാൻ പറ്റും. അങ്ങനെ ഓരോ പിക്ചർ ഇനി വരുന്ന 30 ദിവസത്തേക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഓരോ പിക്ചർ എടുക്കുക. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഇതുമ്മ സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്, ഐ ഗ്യാരണ്ടി നിങ്ങൾക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങളൊരു പിക്ചർ എടുക്കുക, ആ പിക്ചർ നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് 5 സെൻറ്റൻസസ് നിങ്ങൾ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള തിങ്കിങ് പ്രോസസ്സ് കൂടിയാണ് നടക്കുന്നത്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒരു 30 ഡേയ്സിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും വളരെയധികം മാറ്റം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഞാൻ പിക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇനി വരുന്ന 30 ഡേയ്സ് എല്ലാ ദിവസവും ഓരോ പിക്ചേഴ്സ് ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾ കോമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകളിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രാമറൊക്കെ കുത്തിയിരുന്ന് പഠിക്കാതെ ഒരുപാട് എന്താ പറയുക ഇക്വേഷൻസ് പോലെ നിങ്ങൾ ഈ ഇംഗ്ലീഷ് ഗ്രാമറിനെ പഠിക്കാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അഡൽട്ട്സിന് വേണ്ടിയിട്ടുള്ള ന്യൂ ബാച്ച് സെപ്റ്റംബർ 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ until we see next time, it's me Henna signing off. Take care. Bye bye.